കൂട്ടുകാർക്കും ജിഷ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ബിരിയാണിയാണ് കേട്ടോ. ദമ്മിടാതെ ചിക്കൻ വറുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് കാണിച്ചു തരാമേ. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇതാ ഇവിടെ റെഡിയായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് കുറച്ച് നേരം നമുക്കത് പുരട്ടി വെക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി 1/4 കപ്പിൻ്റെ പകുതി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടേബിൾ ടീസ്പൂണിൻ്റെ അര നമുക്ക് 2 ടീസ്പൂണിൻ്റെ അര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി കാശ്മീർ ചില്ലിയാണേ. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. നമുക്കിത് നന്നായിട്ട് പുരട്ടിയിട്ട് അരമണിക്കൂർ വെക്കാം കേട്ടോ. അപ്പോൾ മസാല ഇതിലേക്ക് പിടിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മസാല പുരട്ടി വെച്ച് അതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. ഇനി അത് നമുക്ക് നന്നായിട്ട് ഇളക്കി വെക്കാം കേട്ടോ. മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് അത് മാരിനേറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് സ്റ്റൗ കത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 സവാള കുരുകുനാന്ന് അരിഞ്ഞത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കും. ഇതൊരു ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോരി വെച്ച് കഴിയുന്നേരം നമ്മളുടെയൊക്കെ ഇത് ബലം വെക്കാൻ വേണ്ടി കേട്ടോ. നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ വറവൊക്കെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീയൊന്ന് കൂട്ടി വെക്കാം. അപ്പോൾ നമുക്കിത് ചുമന്ന കളറാവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതായി കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി കോരിയെടുക്കാം. ഇനി നമുക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ മസാലയൊക്കെ പുരട്ടി വെച്ചത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വറുത്ത് വെച്ച ആ എണ്ണയിൽ തന്നെ നമുക്കിട്ട് വറുത്തെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിത് വെന്തോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സൈഡ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തിരിഞ്ഞോ? അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഭാഗം. ഇനി നമുക്ക് അടച്ചൊന്ന് വെക്കാം, മറ്റേ പുറവും കൂടെ വേകാൻ വേണ്ടിയാണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വറുത്ത് നല്ല ഇതായിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത ബിരിയാണി വെക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുമ്പേ മാറ്റി വെച്ച എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പകുതി ഇഞ്ചി ക്ലീനാക്കി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഇതിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത നമ്മൾ വെളുത്തുള്ളി നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കല്ലിനകത്ത് ഇട്ടിട്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി കഴുകി നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം 1 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ചേർക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഗരം മസാലയും 1 ടീസ്പൂൺ ഇടണം കേട്ടോ. എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഗരം മസാല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ടേബിൾ ടീസ്പൂൺ ആട്ടോ. അപ്പോൾ അടുത്ത് നമുക്കൊരു 1 ടേബിൾ ടീസ്പൂൺ നമുക്ക് ടൊമാറ്റോ സോസ് നമുക്ക് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മസാല തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുമ്പേ വറുത്ത് വെച്ച ചിക്കനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക്. അപ്പം നമുക്ക് മല്ലിയിലയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി പുതിന ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് അപ്പം നമ്മൾ ഇവിടെ അരി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചേർത്തത് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇവിടെ തേങ്ങാപ്പാലിൽ നമ്മൾ ഈ പുറത്തുനിന്നുള്ള കെമിക്കൽ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാലിലേക്ക് കളർ ചേർത്തിട്ട് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് വറുത്ത് വെച്ച സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്, ഒട്ടിപ്പോയിട്ടൊന്നുമില്ല. അതിനാണ് നമ്മൾ പഞ്ചസാര ചേർത്തത്. ഇനി അടുത്ത് നമുക്ക് വറുത്ത് വെച്ച മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ അപ്പം ഇതിനി നമുക്ക് ചെറിയ സ്ലിമ്മിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദം നമുക്ക് പൊട്ടി നോക്കാം. ഉണ്ടോ, അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു. വീണ്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്